ചുട്ടുപൊള്ളുകയാണ്, വെന്തുരുകി വിയർക്കുകയാണ് നമ്മളൊക്കെയും. ഓരോ ദിവസവും എങ്ങനെയോ തള്ളി നീക്കുകയാണ്. സംസ്ഥാനത്ത് കൊടും ചൂടാണ്. ആ ചൂടിൽ വലയുകയാണ് ജനം. ഉഷ്ണതരംഗ മുന്നറിയിപ്പില്ലെങ്കിലും താപനില ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂടിനൊപ്പം സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് സൂചികയും ഉയരുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. സുനിഷ അയ്യല്ലൂർ ചേരുന്നു വിശദാംശങ്ങളുമായി. സുനിഷ, ദിവസം കൂടുന്തോറും ഓറഞ്ച് അലേർട്ടിലുള്ള ജില്ലകളുടെ എണ്ണവും കൂടുകയാണ്. ഇന്നിപ്പോൾ പത്തനംതിട്ടയും ആലപ്പുഴയും കോട്ടയവും ഇടുക്കിയും ഒക്കെ ഓറഞ്ച് അലേർട്ടിലാണ്. അത്രയേറെ ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യമാണ്. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം സുനിഷ. റോഷ്നി, നിലവിലിപ്പോൾ ഓറഞ്ച് അലേർട്ട് ഉള്ളത് അത് അൾട്രാ വയലറ്റ് സൂചികയിൽ ഉയർന്നു നിൽക്കുന്ന ഈ ജില്ലകൾക്കാണ്. അതായത് ഓരോ സ്റ്റേഷനുകൾ, വിവിധ ജില്ലകളിലായി 14 സ്റ്റേഷനുകളുണ്ട്. ഈ സ്റ്റേഷനുകളുടെ അൾട്രാ വയലറ്റ് ഇൻഡെക്സിന്റെ കണക്ക് നോക്കിയാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും പറഞ്ഞിരിക്കുന്നത്. അതിൽ അൾട്രാ വയലറ്റ് സൂചിക ഉയർന്നു നിൽക്കുന്നത് ഈ കോന്നി സ്റ്റേഷൻ, ഒപ്പം തന്നെ ചെങ്ങന്നൂർ അടക്കമുള്ള മൂന്നാർ അടക്കമുള്ള സ്റ്റേഷനുകളിലാണ്. അതുകൊണ്ടാണ് 4 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം ഈ 4 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട്. അത് അൾട്രാ വയലറ്റ് സൂചികയുടെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി താപനിലയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും താപനില കഴിഞ്ഞ ദിവസത്തേതിനേക്കാൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് ആശ്വാസകരമാകുന്നത്. അതായത് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് നിലവിൽ പിൻവലിച്ചിട്ടുണ്ട്. ഈ വയനാടും ഇടുക്കിയും ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട്. അത് യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ താപനില ഉയർന്നിരിക്കുന്നത് അത് പാലക്കാട് തന്നെയാണ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തന്നെയാണ് താപനില ഉള്ളത്. തൊട്ട് പിന്നാലെ കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. തൃശ്ശൂരും കോഴിക്കോടും അടക്കം 38 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് നിലവിലുള്ളത്. ഇനിയും ഈ ചൂട് ഒരു 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യത ഏതായാലും കാലാവസ്ഥാ കേന്ദ്രം കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടയിലും ഒരു ആശ്വാസമായി എത്തുന്നത് 29-ാം തീയതി മുതൽ മഴ ലഭിക്കുമെന്നുള്ളൊരു കാര്യം കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. 29-ന് ഇടുക്കിയിലും ഒപ്പം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും പത്തനംതിട്ടയിലുമാണ് മഴ ലഭിക്കുക. ഈ 4 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ചിലയിടങ്ങളിൽ, മറ്റിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ടാകും. പക്ഷേ ഈ പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിലൊന്നും കൃത്യമായി ഇതേ രീതിയിൽ ശക്തമായ ഒരു മഴ ലഭിക്കാനുള്ള സ്ഥിതി കൂടി നിലവിൽ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതേ താപനില തുടരാനുള്ള സാധ്യത കൂടിയുണ്ട്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നൊരു സംശയം തന്നെയാണ് ഒരു ഭാഗത്തുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗമടക്കം ചേരുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും ആ ചൂട് കൂടുന്ന സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത്. അലർട്ടുകൾ മാറി മാറി വരുന്നുണ്ട്. കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വിവിധ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ അത് ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും ആരോഗ്യ വകുപ്പായാലും നൽകുന്നുണ്ട്. അതെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ സമയങ്ങളിൽ തന്നെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഈ സൂര്യാതപം ഏറ്റുകൊണ്ടുള്ള പൊള്ളലുകൾ അടക്കം പല ഭാഗങ്ങളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ അൾട്രാവയലറ്റ് സൂചിക ഉയർന്നു നിൽക്കുമ്പോഴുള്ള പ്രശ്നവും അത് തന്നെയാണ്. നേരിട്ട് സൂര്യപ്രകാശം ഏറ്റില്ല എങ്കിൽ പോലും ഈ സൂര്യാതപം ഏൽക്കാനുള്ള സാധ്യത അത് കൂടുതലാണ്. നേത്രരോഗ വിഷയങ്ങൾ, ഈ അത്തരത്തിൽ ത്വക്ക് രോഗം, അങ്ങനെയുള്ള എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ അൾട്രാവയലറ്റ് സൂചിക ഉയരുമ്പോൾ അത് ബാധകമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കുക, നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അത് ആരോഗ്യ വകുപ്പെല്ലാം നൽകിയിരിക്കുന്ന മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലേറെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഏതായാലും നിലവിലെ അലർട്ട് പ്രകാരം ഇങ്ങനെയാണ്. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ 29-ാം തീയതി ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കുന്നുണ്ട്. റോഷ്നി, ചൂടാണ്, ജാഗ്രത കൈവടിയരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ, മുഖ്യമന്ത്രിയുടെ അടക്കം വാക്കുകൾ, അതൊക്കെ ഓർമ്മയിൽ വെക്കുക.